നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും മതി. അതിവിശുദ്ധ വിശ്വാസം അതിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പിൻ. യേശുവിന്റെ വരവിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കേണ്ടതിന് വേണ്ടി, നന്മകൾ വരേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പിൻ എന്ന് യൂദാ പറയുന്നു. ഈ യൂദാ യേശുവിൻ്റെ സ്വന്തം സഹോദരനായിരുന്നു. മറിയയ്ക്കും യോസേപ്പിനും ജനിച്ച യേശുവിൻ്റെ സ്വന്തം സഹോദരനായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരും. ഹീബ്രുവിൽ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ആരോടും പറയരുത്, പക്ഷെ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു ഫീസ് ഇടാം അതിനൊരു 15,000 rupees. ഓക്കെ. ഒരു യഹൂദന്മാർ ഏനോക്കിന്റെ കാലം മുതൽ ഇന്ന് വരെയും പ്രാർത്ഥിക്കുന്ന ചില പാറ്റേൺസ് ഉണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചല്ല, ബൈബിളിൽ നിന്ന് ഏത് നിങ്ങൾ പഠിക്കണമെങ്കിലും നിങ്ങൾ എവിടെ പോകണമെന്ന് അറിയാമോ? യഹൂദന്മാരുടെ അടുക്കൽ പോകണം. യേശു ഒരു യഹൂദനായിരുന്നു. ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരാകുന്നു. അവർ സംസാരിച്ചത് എബ്രായ ഭാഷയും കുറച്ച് അറമായിക് ഭാഷയുമാകുന്നു. 6000 വർഷം ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് മുതൽ ഇന്ന് വരെ ദൈവം ജനങ്ങളോട് സംസാരിച്ചത് എബ്രായ ഭാഷയിലാകുന്നു. ആ ഭാഷയ്ക്ക് തന്നെ വിലയേറെപ്പറ്റ ശക്തിയുണ്ട്. ജീസസ് ഹീൽസ് എന്ന് പറയാം, നമ്മെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറയാം. പക്ഷേ യാവേ റോഫി, യാവേ റാഫ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ശക്തി വേവ്സ് വ്യത്യാസമാകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യം ഉണ്ടായിരിക്കണം. 3 കാര്യം. 1 കവാന, KAVVANA, കവാന. 2 ദവകുത്ത്, DEVAKUT, ദവകുത്ത്. 3 കഷ്റൂത്ത്, KASHRUT, കഷ്റൂത്ത്. കവാന KAVVANA, ദവകുത്ത് DEVAKUT, കഷ്റൂത്ത് KASHRUT, കഷ്റൂത്ത്. കവാന, ദവകുത്ത്, കഷ്റൂത്ത്. എല്ലാവരും പറയണേ ശബ്ദം ഉയർത്തി. കവാന, കവാന, മറക്കരുത്. കവാന, കവാന, ദവകുത്ത്, 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 കഷ്റൂട്ട്, കഷ്റൂട്ട്, കഷ്റൂട്ട്. 3 ചേർന്ന് പറയണേ. കവാന, ദവകുത്ത്, കഷ്റൂട്ട്. KDK. വീണ്ടും പറയണേ 3. കവാന, ദവകുത്ത്, കഷ്റൂത്ത്. വീണ്ടും പറയണേ. എല്ലാവരും ചേർന്ന് ഫുൾ സ്ട്രെങ്ത്തിൽ പറയണേ. കവാന, ദവകുത്ത്, കഷ്റൂത്ത്. ഇനി മറക്കില്ല. പ്രാർത്ഥന എവിടെ പ്രാർത്ഥിച്ചാലും ഇന്നു മുതൽ ഇതുപോലെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് പ്രാർത്ഥന അല്ല. കവാന എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഷാലുണ്ടോ? ആടെങ്കിലും ഷാൽ, സുഡിദാർ ഇട്ടിരിക്കുന്ന ആരെങ്കിലും ഷാൽ ഉണ്ടോ? പ്ലീസ് ഗിവ് മി 1 ഷാൽ. ഗിവ് മി 1 ഷാൽ. The shawl as Holy Spirit. Praise God. Father, I anoint you in the name of Jesus. They will put the shawl like this. You saw Jesus' film? How Jesus prays? This is കവാന. കുതിരയ്ക്ക്
ഇടുന്നത് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും നോക്കത്തില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ദൈവത്തിൽ തന്നെ നോക്കി പ്രാർത്ഥിക്കും. Is kavana. Then they will stand and pray like this. Thank you. Kavana എന്ന് പറഞ്ഞാൽ oneness, one attention to God. 2, ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കവാനയുടെ അർത്ഥം. ദൈവം എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. Father, sanctify in the name of Jesus Christ of Nazareth through the blood. ദൈവം എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരു റബായി രഥത്തിൽ പോകുമ്പോൾ റബായിയുടെ കൂടെ റബായിയുടെ ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യനല്ല, കുതിര ഓട്ടിക്കുന്ന, വണ്ടി ഓട്ടിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ കുതിര ഓട്ടുന്നവൻ ഇറങ്ങി അവിടെ ഒരു തോട്ടത്തിൽ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മോട്ടിക്കാൻ പോയി. അവിടെ ചെന്നിട്ട് അതിനെ കൊണ്ടുവന്നു. അവിടെ അവൻ പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഹേയ് ഗോഡ് ലുക്സ് എന്ന് പറഞ്ഞു. ദൈവം നിന്നെ നോക്കുന്നെന്ന് പറഞ്ഞു. അവൻ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, ദൈവം എന്നെ നോക്കുന്നു എന്ന് നിങ്ങളാണോ പറഞ്ഞത്? അതെ. അതെന്നാ പറഞ്ഞത്? ഇല്ല, നീ അവിടെ പോയപ്പോൾ ദൈവം നിന്നെ നോക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതാണ് കവാന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരോട്? ദൈവത്തോട്. അങ്ങനെ പറയരുത്. ചിൽഡ്രൻസ് വിൽ ടോക്ക് ലൈക്ക് ദാറ്റ്, ബേബ്സ്. പിതാവിനോട്, യേശുവിന്റെ നാമത്തിൽ പിതാവിനോട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ മുഖം നോക്കി സംസാരിക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിച്ചാലോ? അല്ല. ദൈവത്തിന്റെ അടുക്കൽ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യേണ്ടതിന് അരമണിക്കൂറെങ്കിലും ചെലവിടണമെന്ന് റബായ്സ് പറയുന്നു. അവർ 3 മണിക്കൂർ വരെ ചെലവിടും. മൈൻഡിനെ ദൈവത്തിന്റെ ചിന്തയിൽ കൊണ്ടുവരേണ്ടതിന് 3 മണിക്കൂർ വരെ അവർ ചെലവിടും. നമ്മൾ അങ്ങനെയില്ല. അവിടെ ചെന്നിരുന്നിട്ടാ എല്ലാ കാര്യവും ചിന്തിക്കുന്നത്. It's a best place where you can think everything, good and bad, even nonsense. കവാന എന്തു പറയുന്നു? Don't think anything, only one thing, God itself. Look to God face to face. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ലുക്ക് ഗോഡ് ഫേസ് ടു ഫേസ്. നേരിട്ട് ദൈവത്തിന്റെ മുഖത്ത് നോക്കണം, പിതാവിന്റെ മുഖത്ത് നോക്കണം. പിതാവിന്റെ കണ്ണിൽ നോക്കിയിട്ട് പിതാവിനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. വേറെ ഒരു ചിന്തയും അകത്ത് വിടരുത്. ഇറ്റ് ഈസ് അണ്ടർ യുവർ കൺട്രോൾ, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ അധ്വാനിച്ചാൽ അങ്ങനെയുള്ള മൈൻഡ് കൊണ്ടുവരാൻ പറ്റും. സേ ഹല്ലേലൂയ. Say hallelujah. Hallelujah. 2, ദൈവം എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഈ രീതിയിൽ ദൈവത്തെ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന. അതാണ് കവാന. പ്രാർത്ഥന തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അരി റെഡിയായോ എന്ന് വേഗം ചെന്ന് നോക്കും. വീണ്ടും തിരിച്ചു വരും. വിറകൊന്നങ്ങ് എടുത്തുകൊണ്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് വരും. മിക്സിയിൽ കിടക്കുന്നത് റെഡിയായോ എന്ന് ചെന്ന് അതിന് ഓഫ് ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ ഗ്രൈൻഡർ അങ്ങ് ഓടിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടെ ചെന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക, നോക്കുക, തിരിച്ചു വരിക. ഇതിന്റെ പേര് പ്രാർത്ഥന അല്ല. എങ്കിലും കർത്താവ് അനുവദിക്കുന്നു കേട്ടോ. നിർത്തണ്ട, അത് നടക്കട്ടെ. യഥാർത്ഥമായ കവാന, നിങ്ങൾ ചെന്നിരുന്നു, ആദ്യം നിങ്ങളുടെ മൈൻഡിനെ ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ഓഫ് ചെയ്യുക. അടുത്ത് മൊബൈൽ ഫോണുണ്ട്, പ്രാർത്ഥന ഓടത്തില്ല. സിറ്റ് വിത്ത് വൺനെസ്. പ്രാർത്ഥന അവസാനിക്കുന്നവരെ വേറെ ഒന്നും ചിന്തിക്കരുത്. പിതാവിനെ നോക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കണം. ലോർഡ് 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 ലോർഡ്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ പറയട്ടെ,
ദാനിയേലിനും എസെക്കേലിനും യെരമ്യായ്ക്കും ഏശയാവിനും ഉണ്ടായ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന വെളിപ്പാടുകൾ, ദൂതന്മാരെ കാണുന്നതൊക്കെയും ഈ കവാനായിലാണ് അവർ കണ്ടത്. യൂതന്മാർക്ക് കവാന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് ദാനിയേലും എസെക്യായും അല്ലെങ്കിൽ ഈ പ്രവചകന്മാരെയൊക്കെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് കയറിപ്പോയത്. ഈ ട്രെയിനിങ് ഉണ്ടാകുന്നു, വെറുതെ ഉണ്ടായതല്ല. ഈ ട്രെയിനിങ് എല്ലാ യഹൂദന്മാർക്കും ഉള്ളതാകുന്നു. നമുക്ക് യെശയ്ക്കേലിന്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ എന്തെല്ലാം നടന്നിരിക്കുന്നു. ഞങ്ങൾ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകിയിട്ട് ദൈവമക്കളായിട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് ഇതൊന്നും നമുക്ക് കാണുന്നില്ലല്ലോ. പഴയ നിയമത്തിൽ ഉണ്ടായതിലും ഒന്നെങ്കിലും പുതിയ നിയമത്തിൽ കാണുന്നില്ലല്ലോ. ഇല്ല, പുതിയ നിയമത്തിൽ പഴയ നിയമത്തെക്കാൾ 100 മടങ്ങ് കൂടുതൽ ഉണ്ടാകും. ഇഫ് യു ട്രെയിൻ അപ്പ് യുവർ സ്പിരിറ്റ് ഇൻ ദ റൈറ്റ് വേ. ഞാൻ പറയട്ടെ, അങ്ങ് പെട്ടെന്ന് നമ്മുടെ ആത്മാവ് പുറത്തു പോകും. ഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കും, പെട്ടെന്ന് നോക്കിയാൽ എടാ സൂപ്പറായിരിക്കുന്നു, കൂളായിരിക്കുന്നു, മെലങ്കളിക് മ്യൂസിക് വരുന്നു, ദൂതന്മാർ വരുന്നു, ഞാൻ എവിടെയാ? അയ്യോ, സ്വർഗത്തിലാ. This all happened when the people pray in Kavana. Say Kavana. 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 ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരിമാരോട് ചോദിക്കും, ദേ നിങ്ങളൊക്കെ രക്ഷിക്കപ്പെടണം. അവർ പറഞ്ഞു, ഇതേ ഞങ്ങൾ ഒരു പാവം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാ. എനിക്ക് ഇനി 3 സഹോദരിമാരുണ്ട് വിവാഹം കഴിക്കേണ്ടതിന്. അവർക്ക് ഈ ലോകം ഒന്നും അറിയില്ല. സിനിമ തിയേറ്റർ എങ്ങനെ ഇരിക്കുന്നു അവർക്കറിയില്ല. വീട്ടിൽ TV ഇല്ല. വളരെ ഒരു സൂപ്പർ ലൈഫിൽ അവരെ ഞങ്ങൾ വളർത്തി വെച്ചിട്ടുണ്ട്. ഇനി 3 പേരുണ്ട്. 2 പേര് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു, ടീച്ചർമാരാണ്. ഇന്നും അവർക്ക് സെൽഫോൺ ഇല്ല, അവർ വാങ്ങിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു ലൈഫാകുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇനി നിങ്ങൾ രക്ഷിക്കപ്പെടണം. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു പാവം ചെയ്തില്ല. പാവം ചെയ്തവർക്കല്ലേ രക്ഷിക്കപ്പെടണം. അപ്പം ഞാൻ പറഞ്ഞു, പാവം ചെയ്തവർക്കല്ല, ജനിക്കുമ്പോൾ തന്നെ ഞാൻ പാവയായിട്ടാണ് ജനിക്കുന്നത്, അതുകൊണ്ട് രക്ഷിക്കപ്പെടണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് മണിക്കൂറുകളിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് കവാനായിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ ശരീരം കണ്ണാടി പോലെ ആയി. നോ ഫ്ലഷ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാം, കണ്ണാടി പോലെ എൻ്റെ ശരീരമായി. ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ റൂമിൽ നിന്ന് അങ്ങനെ പുറത്തു വന്നു. എൻ്റെ പെങ്ങന്മാരോട് ഓടി വരുവിനെന്ന് പറഞ്ഞു. കിച്ചണിലും അവിടെ ഇവിടെ നിന്നവരൊക്കെ ഓടി വന്ന് എൻ്റെ റൂമിൻ്റെ അകത്തൊന്നവര് കരയാൻ തുടങ്ങി, പൊട്ടിക്കരഞ്ഞു. യേശുവേ രക്ഷിക്കണേ എന്ന് കരയാൻ തുടങ്ങി. തറയിൽ വീണ് കരഞ്ഞു. ഞാൻ അവിടെ തലയിൽ കൈവച്ചു. അന്ന് അവർക്ക് രക്ഷ ഉണ്ടായി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് വരും. ഓരോ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് കവാന, you will receive the full anointing. I look only on Holy Spirit. പരിശുദ്ധാത്മാവിനെ നോക്കുന്നു. അങ്ങനെ വേണം. പിതാവിനെ നോക്കുന്നു. പിതാവേ അങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം. സ്തുതിക്കുന്ന സമയം ഞാൻ പറയട്ടെ, നമ്മുടെ ജനങ്ങൾക്ക് ആരാധിക്കാൻ അറിയില്ല. ഇങ്ങനെ പാടും. എങ്ങനെ പാടും എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിനെ കുറിച്ച് ഒരു പാട്ട് പാടുക. സ്വർഗത്തിനെ കുറിച്ച് ഞാൻ ഇത് പറയട്ടെ. കർത്താവു തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതശബ്ദത്തോടും സ്വർഗത്തിന്നിൽ നീറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഇങ്ങനെ പാടുമ്പോൾ നിങ്ങൾ എങ്ങനെ പാടും അറിയാമോ? ഖവാനായില് അവിടെ ഇരുന്ന് അവൻ ഇറങ്ങി വരുന്നതും ഗംഭീരനാദത്തോടെ ദൂതന്മാർ ശബ്ദമുണ്ടാക്കുന്നതും 10,000 കോടികൾ വിശുദ്ധന്മാർ അവന്റെ കൂടി ഇറങ്ങി വരുന്നതും അങ്ങനെ കാണണം. അതാണ് വർഷിപ്പ്, അതാണ് കവാന വർഷിപ്പ്. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കിയിട്ട് ചിന്തിച്ചിട്ട് പാട്ട് പാടുന്നതല്ല. That is worship. സ്വർഗത്തിൽ പിതാവിന്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ?
അവിടെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ നേരിട്ട് കാണാം ദൈവത്തിന്. നിങ്ങൾ ആരാധന നേരിട്ട് കാണാം. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവ് സ്ക്രീനിൽ കൂടി നേരിട്ട് കാണുന്നു. നമ്മളെ ഇങ്ങനെ നേരിട്ട് നേരിടാൻ സംസാരിക്കുന്നത്. അടുത്താണ് ഇരിക്കുന്നത്, ദൂരത്തിലല്ല. ഒരു സ്ക്രീനിന്റെ ദൂരം അത്രയേ ഉള്ളൂ. പാട്ട് പാടുമ്പോൾ ആ പാട്ടിന്റെ ഓരോ വരി അനുസരിച്ച് അതിന്റെ അർത്ഥം എങ്ങനെയോ അങ്ങനെ തന്നെ ചിന്തിക്കണം. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, അങ്ങനെ പാടരുത്. എങ്ങനെ പാടും? എത്രയോ സന്തോഷം, സന്തോഷത്തോടെ പാടണം. അതുപോലെ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിൾ നിങ്ങൾ എന്ത് പഠിക്കുന്നു അവിടെ പോകണം. എലിയാവും എലിശയും കൂടി നടന്നു പോകുന്നു. ഇവന്റെ മാൻഡിൽ ഇവന്റെ ശരീരത്തിൽ വീഴുന്നു. അത് വായിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വായിക്കണം. എവിടെ നിന്ന്? യെരുശലേമിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന്. യോർദാനെ കടന്നു പോകുമ്പോൾ അവിടെ നിൽക്കണം. ദിസ് ഇസ് കവാന, ദിസ് ഇസ് കവാന. നിങ്ങളുടെ മൈൻഡ് അതിലിരിക്കണം. അതാണ് ആദ്യത്തെ ആവശ്യം പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിസ് ഇസ് കവാന. 2, നിങ്ങൾ എന്ത് ചോദിക്കുന്നു? കർത്താവേ, എനിക്കൊരു 2 പോത്ത് വേണം. എന്ത് വേണം? 2 പോത്ത്. ഞാനൊരു ദിവസം എൻ്റെ സഭയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നീ കുറച്ച് പോത്തൊക്കെ വാങ്ങിച്ചു വിടണം. ഞാൻ കണ്ടു, അവൾ വാങ്ങിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അവളുടെ ജോലി അതാ. അവളുടെ ഫാമിലി അതുകൊണ്ട് നടക്കുന്നു. ഒന്ന് വാങ്ങിക്കും, അതൊരു കുട്ടിയിടും, വീണ്ടും വാങ്ങിക്കും, വീണ്ടും വാങ്ങിക്കും, ഇങ്ങനെ നടക്കുന്നു. പോത്ത് വേണമല്ലേ? പോത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ചിന്തിക്കേണ്ടത് പോത്തിനെയാകുന്നു. എത്ര പേർക്ക് ഇന്നോവ കാർ വേണം? ആർക്കും വേണ്ട. ഓക്കെ, ഇന്നോവ വേണ്ട, മെർസിഡസ് വേണം. ഓക്കെ, എന്തോ ഒന്ന്. മെർസിഡസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മെർസിഡസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അംബാഷനെ ഓർത്തിട്ട് പ്രാർത്ഥിക്കരുത്. ദാറ്റ് ഇസ് നോട്ട് കവാന. മെർസിഡസിനെ തന്നെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് പിതാവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. ഈ മാസം എൻ്റെ ബാംഗ്ലൂരിൽ എൻ്റെ ആരാധനയ്ക്ക് 2 പെൺകുട്ടികളൊന്ന്, ഒരുത്തി മുസ്ലിം, ഒരുത്തി ഹിന്ദു. അവൾ പറഞ്ഞു, ഒരു സ്കോർപ്പിയൻ കാറിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. അവൾ ക്രിസ്ത്യാനിയല്ല. അതിൻ്റെ ഒരു പിക്ചർ അവൾ വെട്ടി അവളുടെ റൂമിൽ കൊണ്ട് അവൾ കിടക്കുന്നതിന് നേരെ മുമ്പേ വച്ച് 6 മാസമായിട്ട് അതിന് നോക്കുകയും അതിനെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് അപ്പനറിയില്ല. അന്ന് മീറ്റിങ്ങിന്റെ മുന്തിയ ദിവസം അദ്ദേഹം അവളുടെ അപ്പന് ചെന്ന് ഒരു കാർ വാങ്ങിച്ചുകൊണ്ട് വന്ന്, ഞാൻ പറയട്ടെ, സെയിം കാർ സെയിം കളർ. സെയിം കാർ സെയിം കളർ. അമ്മ ഓടി എന്ന് പറഞ്ഞു, ഡീ നിന്റെ റൂമിൽ ഒട്ടിച്ചിരുന്നില്ലേ, ആ കളറിൽ ആ കാർ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ദിസ് ഇസ് കവാന. എൻ്റെ ഭർത്താവ് ശരിക്ക് കുടിയനാകുന്നു പാസ്റ്ററെ. എൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നു, നിന്റെ ഭർത്താവ് ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനെ കുടിയനായിട്ട് തന്നെ നീ കാണുന്നു, അവൻ രക്ഷിക്കപ്പെട്ടവനായിട്ട് നീ കാണുന്നില്ല. അതിൻ്റെ പേര് ഹവാന അല്ല. കുടിയനായ ഭർത്താവിനെ രക്ഷിക്കപ്പെട്ട ഭർത്താവായിട്ട് നോക്കിയിട്ട് പിതാവിനോട് സംസാരിക്കണം. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആകണം, എൻ്റെ ഭാര്യ എങ്ങനെ ആകണം, എൻ്റെ മക്കൾ എങ്ങനെ ആകണം, എൻ്റെ ജീവിതം എങ്ങനെ ആകണം. നിങ്ങൾക്കൊരു വീട് വേണം, ഒരു വീട് കെട്ടാൻ പോകുന്നു, പണിയാൻ പോകുന്നു. എന്ത് ചെയ്യും? ഓക്കെ, ചെന്ന് ഒരു രീതിയിൽ അങ്ങ് തോണ്ടിയെടുത്ത് കെട്ടിയെടുപ്പീൻ, അത് മുകളിൽ പോട്ടെ. അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാം നോക്കിയോളാം. അങ്ങനെ ചെയ്യുമോ? ഇല്ല. യു വിൽ ഹാവ് എ പ്ലാൻ. യുനോ ഒരു എഞ്ചിനീയർ അതിനൊരു ഡ്രോയിങ് ഒക്കെ ഇട്ടു, എന്തെല്ലാം എങ്ങനെയൊക്കെ വയ്ക്കണം, ഏത് മുറി എങ്ങനെ എല്ലാം വച്ചിട്ട് അതുപോലെ പണിയുന്നത് പോലെ എന്ത് നിങ്ങൾക്ക് ആവശ്യമോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം
ഡിസയർ ചെയ്തിട്ട് പിതാവിനോട് അതങ്ങനെ പറയണം. ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് നിനക്ക് ചെയ്യും, നിന്റെ വിശ്വാസം അനുസരിച്ച് അവൻ നിനക്ക് ചെയ്യും. ഇതാണ് കവാന. പറയണേ, കവാന. കവാന. അമേരിക്കയിൽ പോകണം, അമേരിക്കയിൽ ഇരിക്കുന്നത് പോലെ, അമേരിക്കയിൽ നടക്കുന്നത് പോലെ, വാഷിങ്ടണിൽ നടക്കുന്നത് പോലെ, വൈറ്റ് ഹൗസിന് മുമ്പിൽ നിന്ന് നോക്കുന്നത് പോലെ 24 മണി നേരം നോക്കണം, ചിന്തിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. വൺ ഡേ യു വിൽ ബി ദയർ. നിങ്ങൾ അവിടെ ഇരിക്കും. ദിസ് ഇസ് കവാന. ദിസ് ഇസ് കവാന. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു, പണക്കാരനാകണം, പണം കിട്ടിയതായി വിചാരിച്ച് പ്രാർത്ഥിക്കണം, ATM ചെന്ന് പണം എടുക്കുന്നത് പോലെ വിചാരിച്ച് പ്രാർത്ഥിക്കണം, ഫ്ലൈറ്റിൽ പോകുന്നത് പോലെ വിചാരിച്ച് പ്രാർത്ഥിക്കണം. ദിസ് ഇസ് കവാന. നമ്മുടെ കോൺഫറൻസ് പ്രാർത്ഥന അല്ല, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മണിക്കൂർ സംസാരിക്കുമായിരിക്കും. ഞാനിവിടെ അവസാനിക്കുന്നു. ദൈവം നിന്നെ കാണുന്നു, ദൈവത്തിൻ്റെ മുഖം നോക്കി നീ പ്രാർത്ഥിക്കണം. കവാന. രണ്ടെന്താ? ദവക്കുത്ത്. ശബ്ദമായിട്ട് പറയണേ, ദവക്കുത്ത്. ദവക്കുത്ത് എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ ക്ലീവ്. ക്ലീവ്. ക്ലീവ് അൺടു ഹിം. അവനെ പറ്റിച്ചേരുക. ക്ലീവ് അൺടു ഹിം. ഈ വാക്കിനുണ്ടായിരിക്കുന്ന എബ്രായ പദം ആദമും ഹവ്വയും ഒന്നായി, they will be one flesh എന്നിരിക്കുന്നല്ലേ, ഈ വാക്കാണ് ക്ലീവ്. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ഞാൻ പറയട്ടെ, ദൈവം അഗ്നിജ്വാലയാകുന്നു. He is fire. You must be a fire to mingle with fire. ഹലോ, അഗ്നിയോട് നിങ്ങൾ ചേരണമെങ്കിൽ നിങ്ങൾ എന്താകണം? നിങ്ങളും ഫയർ ആകണം. ഇപ്പോൾ നിങ്ങൾ ഫയർ ആകുന്നു. നിങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾ ഫയർ ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ദൈവത്തിന് ഹിതമില്ലാതെയൊക്കെ നമ്മെ വിട്ടു പോകും. ദൈവത്തോട് പറ്റിച്ചേരുന്നവർ ലോകത്ത് വിടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും. ബൈബിൾ പറയുന്നു, നിന്റെ യഹോവയായ ദൈവത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും പുതിയ നിയമത്തിൽ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഹൃദയത്തിൽ ആദ്യം പണമല്ല, യേശു, ദൈവം. ദൈവത്തോട് പറ്റിച്ചേരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് പറ്റിച്ചേരും. നിങ്ങൾ അവൻ്റെ അടുക്കൽ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കും. ഹല്ലേലൂയ. ദവക്കൂത്ത്, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന.